ഒരു ദുരന്ത സ്ഥലത്തേക്ക് ആരൊക്കെ പോകണം എന്ന ഒരു വലിയ ചർച്ച ഇപ്പം നടക്കുകയാണ്. വീണ്ടും വയനാടിനെ പറ്റി തന്നെ പറയുകയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്നു. ഇന്ന് സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപി വരുന്നു. വേറെ പലരും അവിടെ വരുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നമുക്ക് മാനിക്കാം. ഇവർ വരുന്നതിന് ഉള്ള എതിർപ്പൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് സുരേഷ് ഗോപി വന്നിട്ട് അവിടെ ഉള്ള മന്ത്രി, സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ റിയാസ് ഉന്നയിച്ചൊരു വിഷയം, ഒന്നിത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടുന്ന സമയം കഴിയും. രണ്ട്, ഇവിടെ ഈ പലരും കടന്നു വരുന്നു, രക്ഷാപ്രവർത്തകരല്ലാതെ പലരും കടന്നു വന്നിട്ട് പലവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരു ദുരന്ത ടൂറിസം പോലെ ഇതിനെ കാണുന്നു. ഈ ഒരു രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ആരൊക്കെയോ കടന്നു കയറിയിട്ട് അവിടുന്ന് വസ്തുക്കൾ മോഷ്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ സാമൂഹ്യ വിരുദ്ധർ വരെ അവിടെ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാവരെയും തടയാൻ കഴിയില്ല, പല വഴിക്കാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇത്രയും ദിവസമായിട്ട് 8-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഈ ദുരന്തം ഉണ്ടായി ഇത്രയും പേര് മരിച്ചു. ഇപ്പോഴും കാണാതായവരുടെ വിവരങ്ങളൊന്നുമില്ല, എത്രയോ പേര്. അപ്പോൾ ഈ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ പാക്കേജ്, റെസ്ക്യൂ പാക്കേജ്, പിന്നെ പുനരധിവാസ പാക്കേജിലൊക്കെ ഒരു വലിയ തുക കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ കിട്ടും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ. അതുകൊണ്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ സംസ്ഥാനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ ഇപ്പോൾ 8-ാം നാൾ വന്നിട്ട് സുരേഷ് ഗോപി പറയുന്നത് അത് ആലോചിക്കാം, അതിൻ്റെ നടപടിക്രമങ്ങൾ ആലോചിക്കാം എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ മര്യാദ. ഇതിന് അടിയന്തരമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഈ ദേശീയ ദുരന്തം ആരാ പ്രഖ്യാപിക്കേണ്ടത്? സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. അതിനൊരു സംവിധാനം നിലവിലുള്ളത് എന്താണ്? അത് NDMA ആണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ തലപ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അതായത് നരേന്ദ്രമോദിയാണ്. പിന്നെ അതിനൊരു കമ്മിറ്റിയുണ്ട്, ഒരു അപ്പെക്സ് ബോഡിയാണത്, ഏറ്റവും പരമോന്നത ബോഡി ആണത്. അത് കൂടിയിട്ട് ഇതിൽ എന്ത് സഹായം പ്രഖ്യാപിക്കാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 8 ദിവസമാകുന്നു ഇത്രയും വലിയൊരു ദുരന്തം, ഈ നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായിട്ട്. അപ്പോൾ ഇപ്പോഴും കേന്ദ്ര സഹമന്ത്രി, നരേന്ദ്രമോദി സർക്കാരിലെ സഹമന്ത്രി വന്നിട്ട് പറയുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ആലോചിക്കുകയാണ്. ഇതിനെപ്പറ്റി എന്താ നമ്മൾ പറയേണ്ടത്? അദ്ദേഹം എന്തിനാണ് വന്നത്? അദ്ദേഹം വന്നിട്ട് എന്തവിടെ ചെയ്തു? അപ്പോൾ ഇന്നലെ മോഹൻലാൽ വന്നു. അപ്പോൾ അതൊരു വേറെ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ, ഇപ്പോൾ ഒരു മൊബൈൽ ഫോണും മറ്റേ എഴുതാൻ വിരലും മതിയല്ലോ, എന്തും എഴുതി വിടാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ മോഹൻലാൽ എന്തിനാ വന്നത്? മോഹൻലാലിൻ്റെ രീതിയിൽ വന്നു. അദ്ദേഹം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ലെഫ്റ്റനന്റ് കൊണോളലാണ്, അല്ലെ കേണൽ എന്നും മലയാളത്തിൽ പറയാം. അദ്ദേഹം ആ യൂണിഫോം ഇട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാൾ കൂടെ ആ യൂണിഫോം ഇട്ട് വന്നു, മേജർ രവി. അയാൾ മുൻ ആർമിയിലെ മുൻ മേജറാണ്, ഇപ്പം സിനിമാ സംവിധായകനാണ്, ഇപ്പം മേജറും ഒന്നുമല്ല. അപ്പോൾ അതിനെപ്പറ്റി വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ മോഹൻലാൽ പ്രഖ്യാപിച്ച ഒരു ധനസഹായം, വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ ആദ്യഘട്ടമായിട്ട് വയനാടിൻ്റെ പുനരധിവാസത്തിന് നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ വരുന്നു, ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്താണ്, അത് ആരുടേതാണ്? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ ചോദ്യങ്ങൾ വരുന്നു. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു, നമ്മുടെ രീതിയിൽ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ പറയുക. അത് ഇത്രയുമാണ്. മോഹൻലാൽ അവിടെ വന്നിട്ട് 3 കോടി സഹായം പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ മനുഷ്യകാരുണ്യ പ്രവർത്തനമാണ്. അതിനെ നമ്മൾ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം, ഒരു സംശയവും വേണ്ട. പിന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി നൽകുമെന്ന് മോഹൻലാൽ പറയാനുള്ള കാരണം എന്താണ്? മോഹൻലാലിന് നേരിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ? അദ്ദേഹത്തിന് കോടികളുടെ സ്വത്തും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ. എന്തിനാ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? അപ്പം എന്താണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ? വിശ്വശാന്തി ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിൽ തുടങ്ങിയ ഒരു ഫൗണ്ടേഷനാണ്, ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ്.
അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ നായർ എന്നാണ്. മോഹൻലാലിൻ്റെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് ശാന്തകുമാരി അമ്മ. അപ്പോൾ വിശ്വനാഥൻ നായരിലെ വിശ്വവും ശാന്തകുമാരി അമ്മയിലെ ശാന്തയും എടുത്ത് വിശ്വശാന്തി ഫൗണ്ടേഷൻ, അങ്ങനെയാണ് 2015 മോഹൻലാൽ രൂപീകരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടുകൊണ്ട് അതിനകത്ത് സഹകരിക്കുന്ന അതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. വലിയ വലിയ ആൾക്കാരാണ്. അതായത് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്താണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്? അതിൽ മോഹൻലാൽ ഒന്നിൻ്റെയും ചെയർമാനോ ഔദ്യോഗിക ഭാരവാഹിയോ ഒന്നും അല്ല വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ. പക്ഷെ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഡോക്ടർ ദാമോദരൻ വാസുദേവനാണ്. ദാമോദരൻ വാസുദേവൻ വളരെ അറിയപ്പെടുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ് കേരളത്തിന് പുറത്തും. അദ്ദേഹം RCCയുടെ അവിടുത്തെ റിസർച്ച് ലാബിൻ്റെ ഫൗണ്ടേഷൻ ഫൗണ്ടറായിരുന്നു ഈ ദാമോദരൻ വാസുദേവൻ, ഡോക്ടർ ദാമോദരൻ വാസുദേവൻ. അദ്ദേഹമാണ് ഇപ്പോൾ വിശ്വശാന്തി ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലെ, കൊച്ചിയിലെ അമൃത മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സംവിധാനങ്ങളുടെ സ്ഥാപകനായിരുന്നു. അതേപോലെ അദ്ദേഹം അമല ആശുപത്രി തൃശ്ശൂരിൽ അതിൻ്റെ സ്ഥാപകനായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഡോക്ടർ ദാമോദരൻ വാസുദേവനാണ് വിശ്വശാന്തിയുടെ ചെയർമാൻ. ഇനി MD മേജർ രവി പട്ടാളത്തിൽ നിന്ന് വിരമിച്ചിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് സിനിമകൾ എടുത്തൊക്കെ നമുക്കറിയാം. പിന്നെ മിഷൻ 90 ഡേയ്സ് സിനിമ, മറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സിനിമാക്കാരനാണ്. അദ്ദേഹമാണ് ഈ ഫൗണ്ടേഷൻ്റെ MD മാനേജിങ് ഡയറക്ടർ മേജർ രവിയാണ്. അതുകൊണ്ടാവാം മോഹൻലാലിൻ്റെ തൊട്ടടുത്ത് മേജർ രവി നിൽക്കുന്നത്. പിന്നെ നിൽക്കുമ്പം വയനാട്ടിൽ വന്ന ഇന്നലെ വന്ന ദിവസം നിൽക്കുമ്പം അവിടെ ആർമി യൂണിഫോം അയാൾ ഇട്ടത് ശരിയാണോ ഇല്ലയോ മേജർ രവി എന്നുള്ളത് പണ്ട് ഒരു ചർച്ചയാണ്. അത് മോഹൻലാലിടാം, അദ്ദേഹം ലഫ്റ്റനന്റ് കേണലാണ്, ടെറിട്ടോറിയൽ ആർമിയുടെ, അദ്ദേഹത്തിന് യൂണിഫോം ഇട്ട് വരാം. പക്ഷെ മേജർ രവിക്ക് റിട്ടയർ ചെയ്ത ഒരാളിന് അതിട്ട് വരാമോ എന്നൊരു ചോദ്യം അതിൻ്റെ അകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ടാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ 3 കോടി രൂപ സഹായം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ MD ആരാണ്? മേജർ രവിയാണ്. അത് മോഹൻലാലിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കുമല്ലോ മേജർ രവി അതിൻ്റെ MD ആയിട്ടിരിക്കുന്നത്. നമുക്കതിനെയൊന്നും ചോദ്യം ചെയ്യുന്ന കാര്യമില്ല. പിന്നെ മറ്റ് 3 ഇനി ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്? അതൊക്കെ വളരെ വിദഗ്ധരായ സാമ്പത്തിക രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെയുള്ള പ്രമുഖർ ഇതിൻ്റെ ഒരു 10ഓളം ഡയറക്ടേഴ്സ് ഇതിനുണ്ട്. അവരുടെ ചുരുക്കി പറയാം. ഒരു ഡയറക്ടർ TS ജഗദീശ്. അദ്ദേഹം ഫെഡറൽ ബാങ്കിൻ്റെ ചീഫ് ജനറൽ മാനേജരായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് TS ജഗദീശൻ, ഒരു ഡയറക്ടർ മെമ്പർ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ. 2 ഡോക്ടർ V നാരായണൻ. അദ്ദേഹം സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ്റെ CMO ആണ്, ചീഫ് മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഡോക്ടറാണ് ഈ പറയുന്ന ഡോക്ടർ V നാരായണൻ. ഇനി 3ാമത്തെ ഡയറക്ടർ PG ജയകുമാർ. ഈ ജയകുമാർ ധനലക്ഷ്മി ബാങ്കിൻ്റെ മുൻ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ധനലക്ഷ്മി ബാങ്കിൻ്റെ മുൻ MD എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധരെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ മോഹൻലാൽ വെച്ചിരിക്കുന്നത്. ഇനി 4ാമത്തെ പേര്, ഇപ്പം അദ്ദേഹം ഗോശ്രീ ഫിനാൻസിൻ്റെ MD ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസ് ഇപ്പം അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം. പിന്നെ മറ്റൊരാൾ, 4ാമത്തെ ആൾ വിനു കൃഷ്ണൻ. ആരാണ് വിനു കൃഷ്ണൻ? വിനു കൃഷ്ണന് KPB ഹോൾഡിംഗ് ലിമിറ്റഡിൻ്റെ MD ആണ്. അതൊരു ധനകാര്യ സ്ഥാപനമാണ്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. അതിൻ്റെ MD ആണ് വിനു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അടുത്തത് 5ാമത്തെ ഡയറക്ടർ കൃഷ്ണകുമാർ. അദ്ദേഹം ദുബായ് ബേസ്ഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരു ട്രസ്റ്റിൻ്റെ അല്ലെ ഫൗണ്ടേഷൻ നോക്കാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണമല്ലോ. വലിയ പൈസയൊക്കെ വന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാവാം അങ്ങനെ കൃഷ്ണകുമാർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ദുബായി അടിസ്ഥാനമാക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ ഡയറക്ടർ ബോർഡിലുണ്ട്. പിന്നെ സ്മിത ദാമോദരൻ നായർ അഡ്വക്കേറ്റാണ്. കോർപ്പറേറ്റ് നിയമത്തിലെ വളരെ വൈദഗ്ധ്യം നേടിയ അഡ്വക്കേറ്റാണ് സ്മിത ദാമോദരൻ നായർ. ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. പിന്നെ സജീവ് സോമൻ. അദ്ദേഹം ടെക്നോളജി എൻ്റർപ്രണറാണ്. അതായത് അദ്ദേഹം ലെനിക്യോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന IT കമ്പനിയുടെ ഡയറക്ടറാണ് സജീവ് സോമൻ.
പിന്നെ അടുത്തൊരു ഡയറക്ടർ ശങ്കർ രാം നാരായണൻ, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, കോട്ടയം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഡോക്ടർ അയ്യപ്പൻ നായർ, അനദർ ഡയറക്ടർ ഓഫ് വിശ്വശാന്തി ഫൗണ്ടേഷൻ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ആറ്റുകാൽ പിന്നെ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഫൗണ്ടറാണ്. അറിയപ്പെടുന്ന ആരോഗ്യ വിദഗ്ധനാണ് ഡോക്ടർ അയ്യപ്പൻ നായർ, ആറ്റുകാൽ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടർ. പിന്നെ 10ാമതൊരാൾ ഡയറക്ടറുണ്ട്, ജയകൃഷ്ണൻ, ജയകൃഷ്ണൻ. അദ്ദേഹം തിരുവനന്തപുരം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ജയകൃഷ്ണൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിശ്വശാന്തിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മോഹൻലാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് രൂപീകരിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ അത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് നമ്മളതിനെ കാണുക, അത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സുരേഷ് ഗോപി വന്നൊരു ഷോ കാണിച്ചിട്ട് മറ്റേ സിനിമയിലെ പോലെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്ന നടപടിക്രമങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നേരം വെളുത്തിട്ട് കുറേ നാളായി, 8ാം ദിവസം ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ് കാര്യമായിട്ട് എന്ത് ചെയ്തു എന്നത് നമ്മൾ ആലോചിക്കണം. അദ്ദേഹം പ്രധാനമന്ത്രി പിന്തുണയെല്ലാം നൽകി കേരളത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, എന്തെങ്കിലും അതിന് മെറ്റീരിയലായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു കാര്യം, ഒരു ദുരന്തം ഒരു നാട്ടിലുണ്ടാവുമ്പോൾ. അപ്പം അതിനകത്ത് സുരേഷ് ഗോപി വന്നിട്ട് എന്ത് കാര്യമെന്ന് ഞങ്ങൾ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇനി സുരേഷ് ഗോപി ഇനി ഇത്ര കൂടി സഹായം പ്രഖ്യാപിക്കുമായിരിക്കും. അതല്ല ഇവിടെ വിഷയം. അദ്ദേഹം കേന്ദ്ര മന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള. അദ്ദേഹം വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. അപ്പൊ കേരളത്തിന്റെ ഈ ദുരന്തത്തിന്റെ ചുമതല നോക്കാൻ ആദ്യം ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയല്ല, മറ്റേ മന്ത്രി ജോർജ് കുര്യനെയാണ്. കോട്ടയത്തുകാരൻ BJP നേതാവ് ജോർജ് കുര്യനെയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം വയനാട്ടിൽ വന്നിട്ടുണ്ട്. അതിന് മീഡിയ കവറേജ് ഒന്നുമില്ല. അപ്പൊ സുരേഷ് ഗോപി വരുന്നു, വലിയ ഷോ. മോഹൻലാൽ ആ ഷോയൊന്നും കാണിക്കാതെ വന്നു പോയ ഒരാളാണ്. അപ്പൊ ഈ ഷോ കൊണ്ട് കാര്യമില്ല, സിനിമയിലെ ഷോ കൊണ്ട് ദുരന്ത മേഖലയിൽ കാര്യമില്ല. നടപടികൾ ഉണ്ടാവണം, അധികാരത്തിൽ ഇരിക്കുന്ന അധികാരം അതിനെ ഉപയോഗിക്കണം. അതാണ് കേരളം ആവശ്യപ്പെട്ടത്, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ വരെ അക്കാര്യത്തിൽ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് ഖേദകരം എന്ന് പറയേണ്ടത്.